ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? കൂട്ടുകാർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയായിരുന്നു? കിട്ടിയല്ലേ? പാഠത്തിൻ്റെ പേര് പറഞ്ഞോളൂ. തിത്തിരി കിളിയും ചങ്ങാതിമാരും. ഉറക്കെ പറഞ്ഞോളൂ കൂട്ടുകാരെ. തിത്തിരി കിളിയും ചങ്ങാതിമാരും. കൂട്ടുകാരെ, നമുക്കിന്ന് തിത്തിരിക്കിളിയെയും അവളുടെ ചങ്ങാതിമാരെയും കൂട്ടുകാരെയും ഒക്കെ പരിചയപ്പെടാം കേട്ടോ. ഇവിടെ കണ്ടു കൂട്ടുകാരെ, തിത്തിരിക്കിളിയുടെ ചങ്ങാതിമാരാണ് ചുറ്റും. ആരൊക്കെയാണ്? കാക്കമ്മയുണ്ടല്ലേ, കാക്കച്ചി മരത്തിൽ കൂട് കൂട്ടി മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ വരാനായിട്ട്. എത്ര മുട്ടകളാണ് കൂട്ടിലുള്ളത് കൂട്ടുകാരെ? ഒന്ന് എണ്ണി പറഞ്ഞോളൂ. 1, 2, 3 മുട്ടകളാണ് കൂട്ടിലുള്ളതല്ലേ. കാക്കച്ചിയുടെ തൊട്ടടുത്തായിട്ട് തത്തമ്മയും ഉണ്ട്. പിന്നെ ആരൊക്കെയാണുള്ളത്? നന്ദിനി പശുവും അവളുടെ കുഞ്ഞും ഉണ്ട്. പിന്നെയോ നമ്മുടെ പൂപ്പിയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ, നായ്ക്കുട്ടിയും അവൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട്. എത്ര കുഞ്ഞുങ്ങളാണ് പൂപ്പിക്കുള്ളത്? 1, 2, 3, 4, 5 കുഞ്ഞുങ്ങളുണ്ട്. പൂപ്പിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട് കൂട്ടുകാരെ? 5 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ആരാ ഉള്ളത്? കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ. കോഴിയമ്മയുടെ അടുത്ത് 2 മുട്ടകളുണ്ട്. കണ്ടു. എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത്? 1, 2, 3, 4 കുഞ്ഞുങ്ങളാണ് കോഴിയമ്മയ്ക്കുള്ളത്. കോഴിയമ്മയുടെ അടുത്ത് തന്നെ പൂങ്കോഴിയുണ്ട്. ഇനി ആരാ ഉള്ളത്? താറാവും കുഞ്ഞുങ്ങളും അല്ലേ. താറാവിന് എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത് കൂട്ടുകാരെ? ഒന്ന് എണ്ണി പറഞ്ഞേ. 1, 2, 3, 4 കുഞ്ഞുങ്ങളാണ് താറാവിനുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. തത്തമ്മയെ കണ്ടു, കാക്കച്ചിയെ കണ്ടു. കാക്കച്ചിയുടെ കൂട്ടിൽ 3 മുട്ടകളുണ്ട്. പിന്നെ ആരൊക്കെയാ ഉള്ളത്? നന്ദിനി പശുവും കുഞ്ഞും ഉണ്ട്. പൂപ്പിയും 5 കുഞ്ഞുങ്ങളും ഉണ്ട്. കോഴിയമ്മയും മുട്ടയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ താറാവും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ. പിന്നെ ഒരു ചേട്ടനും ചേച്ചിയും ഇവിടെ നിൽപ്പുണ്ടല്ലേ. അവരുടെ വീടാണിത്. അവരുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. കാ കാ കാ. പുറത്ത് കാക്കകളുടെ ബഹളം. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പത്തിൽ പതുങ്ങിയിരിക്കുകയാണ് ഒരു കിളിക്കുഞ്ഞ്. ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. നമ്മുടെ കാക്കച്ചി പറയുകയാണ്. കാക്കച്ചി പുറത്ത് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കാക്കച്ചി വീടിന് പുറത്ത് കിടന്ന് ഭയങ്കര ബഹളം. എങ്ങനെ ബഹളം ഉണ്ടാക്കിയത്? കാ 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 എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോഴാണ് അമലും ഓടി പുറത്തിറങ്ങി. എന്താ ഈ ബഹളത്തിന് കാരണം? അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു കിളിക്കുഞ്ഞ് എവിടെ ഇരിക്കുകയാണ്? മരപ്പത്തിൽ ഈ കാക്കകളുടെ ബഹളത്തേക്ക് പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടോ അതാ മരപ്പത്തിലൊരു കിളി. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാം, ഇമ പറഞ്ഞു. അപ്പോൾ അമല് പറയാണ്, നോക്കിയേ ഇമേ, അതാ മരപ്പത്തിലൊരു കിളിക്കുഞ്ഞിരിപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഇമ പറഞ്ഞു, നമുക്കതിനെ അതിൻ്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, നേരത്തെ ബഹളം ഉണ്ടാക്കിയ കാക്കകളെ കണ്ടോ കൂട്ടുകാരെ? കണ്ടു അല്ലേ. എത്ര പേരാണുള്ളത് കാക്കകൾ? ഒന്ന് എണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9 കാക്കകളാണ് ബഹളം ഉണ്ടാക്കിയത്. ഇതിൽ എത്ര പേരാണ് മരത്തിലിരിക്കുന്നത്? എണ്ണി പറഞ്ഞോളൂ. 1, 2, 3 പേരാണ് മരക്കൊമ്പിലിരിക്കുന്നത്. ഇനി എത്ര പേരാണ് തറയിലിരിക്കുന്നത്? 1, 2 കാക്കകളാണ് തറയിലിരിക്കുന്നത്. എത്ര പേരാണ് പറന്ന് നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? 1, 2, 3, 4 കാക്കച്ചിയാണ് പറന്ന് നടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കൂട്ടുകാർ കണ്ടോ? ദേ ഈ മരപ്പൊത്തിനകത്തിരിപ്പുണ്ട് കണ്ടോ. കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം, അമല് പറഞ്ഞു. അതെ, ശരിയാ. ഇമയും ശരി വെച്ചു.
അവർക്കൊരു പേര് വേണ്ടേ? അമൽ ചോദിച്ചു. അപ്പോൾ ഇമ കിളിക്കുഞ്ഞിനൊരു നല്ല പേരിട്ടു. എന്താണെന്നറിയാമോ? തിത്തിരി എന്ന് വിളിക്കാം. നമുക്ക് ഇവളെ എന്തെന്ന് വിളിക്കാം? തിത്തിരി എന്ന് വിളിക്കാം. അപ്പൊ കിളിക്കുഞ്ഞിന്റെ പേരെന്താ കൂട്ടുകാരെ? തിത്തിരി. ഉറക്കെ പറഞ്ഞോളൂ, തിത്തിരി. അപ്പൊ ഇമയും അമലും കൂടെ നമ്മുടെ തിത്തിരി കുഞ്ഞിനെ കൊണ്ടുപോയി വീടിനകത്ത് വെച്ചു. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി പമ്മി എത്തി. കണ്ടോ കൂട്ടുകാർ, ലാലിപ്പൂച്ചയെ കണ്ടോ? കണ്ടു. എവിടെയാ നിൽക്കുന്നത്? ജന്നാലയ്ക്ക് അടിയിൽ ഇങ്ങനെ പമ്മി നിൽപ്പുണ്ടല്ലേ കൂട്ടുകാരെ? അതെ അതെ, നമ്മുടെ തിത്തിരി കുഞ്ഞിനെ കണ്ടോ? കണ്ടു. അത് തറയിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണല്ലേ കൂട്ടുകാരെ? അതെ. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. പോ പൂച്ചേ. അയ്യോ, തിത്തിരിയെ കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. അപ്പോൾ കൂട്ടുകാരെ, ലാലിപ്പൂച്ച നമ്മുടെ തിത്തിരിയെ പിടിച്ചിട്ടുണ്ടാവുമോ? ഇല്ലല്ലേ. അതിനു മുന്നേ അമൽ ഓടിയെത്തിയില്ലേ? ഓടിയെത്തി. അപ്പം നമുക്കും തിത്തിരിയെ തേടി ഇറങ്ങാം. വന്നോ കൂട്ടുകാരെ? ദേ അമൽ എല്ലായിടവും നോക്കുന്നുണ്ട്. അലമാരയുടെ മുകളിൽ കയറി നോക്കുകയാണ്. കണ്ടോ? അലമാരയുടെ മുകളിൽ ഇല്ല. മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ അലമാരയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം കണ്ടോ? കസാരയൊക്കെ ഇട്ടാണ് നമ്മുടെ അമൽ നോക്കുന്നത്. അപ്പോൾ അലമാരയുടെ മുകളിൽ തിത്തിരി ഇല്ല. എവിടെയാ ഇല്ലാത്തത്? അലമാരയുടെ മുകളിൽ. നമ്മുടെ ഇമ അപ്പോഴത്തേനും കട്ടിലിൻ്റെ അടുത്തൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇമ വിളിച്ചു പറയുന്നു, കട്ടിലിൻ്റെ താഴെ ഇല്ല. കട്ടിലിൻ്റെ താഴെ ഇമ നോക്കുകയാണ്. കണ്ടോ കൂട്ടുകാരെ? കട്ടിലിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ കട്ടിലിൻ്റെ അടിഭാഗം, അവിടെയുമില്ല. അപ്പോൾ കട്ടിലിൻ്റെ താഴെ, അലമാരയുടെ മുകളിൽ, കട്ടിലിൻ്റെ താഴെ. രണ്ട് വാക്കുകൾ നമ്മൾ പഠിച്ചു. മുകളിൽ, താഴെ. അടുത്ത് നമ്മുടെ അമൽ ഓടി വന്നു. സോഫയുടെ അടുത്തെങ്ങാനും പോയിട്ടുണ്ടാവുമോ? അപ്പോൾ നോക്കാം. അങ്ങനെ അമലും സോഫയുടെ മുന്നിലും പിന്നിലും നോക്കി. സോഫയുടെ മുന്നിലും ഇല്ല, പിന്നിലും തിത്തിരി പക്ഷിയെ കാണാനില്ല. അപ്പോൾ അടുത്ത രണ്ട് വാക്കുകൾ മുന്നിലും പിന്നിലും. അപ്പോൾ ഒരു സാധനത്തിൻ്റെ മുന്നിലും പിന്നിലും 4 വാക്കുകൾ പഠിച്ചു അല്ലേ? ഒന്നെന്താ? മുകളിൽ, 2 താഴെ, 3 മുന്നിൽ, 4 പിന്നിൽ. ഇനി പുറത്ത് എവിടെയും കാണുന്നില്ല. അപ്പോൾ വീടിന് പുറത്ത് അമൽ ഇറങ്ങി നോക്കി. അവിടെ ഒന്നും കാണാനേയില്ല. ഇനി കളിവീടിൻ്റെ അകത്ത് നോക്കൂ. അവർക്കൊരു കളിവീടുണ്ട്. കളിവീടിൻ്റെ അകത്ത് നോക്കൂ എന്ന് ഇമ്മ പറയുകയാണ്. കിട്ടിപ്പോയി, വീടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അമൽ പറയാണ്, ദേ നോക്കിയേ, നമ്മുടെ തിത്തിരി വീടിനകത്തിരിപ്പുണ്ട്. കളിവീടിൻ്റെ വീടിനകത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾ പറഞ്ഞ കൂട്ടുകാരെ: മുകളിൽ, താഴെ, പിന്നിൽ, മുന്നിൽ, പുറത്ത്, അകത്ത്. ഇത്രയും വാക്കുകൾ പഠിച്ചോ? പഠിച്ചു അല്ലേ? എനിക്ക് അമ്മയെ കാണണം. തിത്തിരി ആദ്യമായിട്ട് പറയാണ്, എനിക്ക് അമ്മയെ കാണണം. അപ്പോൾ ഇമ്മ പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അങ്ങനെ തിത്തിരിയും ഇമ്മയും അമലും കൂടെ അവരുടെ അമ്മയെ തിരഞ്ഞിറങ്ങുകയാണ്. തിത്തിരി പൂച്ചയോട് ചോദിച്ചു, ലാലിപ്പൂച്ചയോടാണ് കേട്ടോ, നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പോൾ ലാലിപ്പൂച്ച പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്. അത് നിന്നെപ്പോലെ അല്ലല്ലോ. കണ്ടോ? തിത്തിരിയെ പോലെയാണോ കൂട്ടുകാരെ ലാലിപ്പൂച്ചയുടെ കുഞ്ഞുങ്ങൾ? അല്ല. ലാലിപ്പൂച്ചയ്ക്ക് എത്ര മക്കളാണ് ഉള്ളത്? 2. അവരവിടെ നിന്ന് നടന്ന് കിങ്ങിണി പശുവിൻ്റെ അടുത്തെത്തി. അവർ കിങ്ങിണി പശുവിനോട് ചോദിച്ചു, നിങ്ങളാണോ എൻ്റെ അമ്മ? തിത്തിരി ചോദിച്ചു. എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ കിങ്ങിണി പശുവിന് എത്ര കുഞ്ഞുങ്ങളാണ് ഉള്ളത്? ഒരു കുഞ്ഞേ ഉള്ളൂ. തിത്തിരിയെ പോലെയാണോ കിങ്ങിണി പശുവിൻ്റെ കുഞ്ഞ്? അല്ല. പിന്നെ ഇമയും അമലും തിത്തിരിയും കൂടെ വഴി കണ്ട നമ്മുടെ പൂപ്പിയും കുഞ്ഞുങ്ങളെ അടുത്തും ചോദിച്ചു, നിങ്ങൾ എൻ്റെ അമ്മയാണോ? എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? പൂപ്പിയുടെ കുഞ്ഞുങ്ങൾ എത്രയാ കൂട്ടുകാരെ? 5. തിത്തിരിയെ പോലെയാണോ? അല്ല. അപ്പോൾ ഇനി എങ്ങോട്ടാ? അങ്ങനെ അവർ നടന്നു കോഴിയമ്മയുടെയും കുടുംബത്തെയും കണ്ടു. ഈമ ചോദിച്ചു, ഇത് നിന്റെ കുഞ്ഞാണോ? ഈ തിത്തിരിയെ അത് നിന്റെ കുഞ്ഞാണോ എന്ന് കോഴിയമ്മയോട് ഈമ ചോദിച്ചു.
എനിക്ക് 4 പേരാ ഉള്ളത്. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കള്. അപ്പോൾ നോക്കിയേ കൂട്ടുകാരെ, കോഴിയമ്മയുടെ കുഞ്ഞുങ്ങളെ കണ്ടോ? കോഴിക്കുഞ്ഞുങ്ങളെ അവയെ പോലെയാണോ തിത്തിരി? അല്ല. ഇപ്പോൾ കോഴിയമ്മ പറഞ്ഞു എനിക്ക് 4 കുഞ്ഞുങ്ങൾ. കോഴിയമ്മയ്ക്ക് എത്രയാ മക്കള്? 4 കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെയാണോ തിത്തിരി? അല്ല. പിന്നെ അവർ നടന്ന് 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 കാക്കക്കൂടിൻ്റെ അടുത്തെത്തി. ഈ കുഞ്ഞ് നിന്റേതാണോ കാക്കച്ചി? നോക്കിയേ, ഈ തിത്തിരി നിന്റെയാണോ? അപ്പോൾ കാക്കച്ചി പറയാണ്, എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടേ ഇല്ല. കാക്കച്ചിക്ക് എത്ര മുട്ടകളാണ് ഉള്ളത്? 3 മുട്ടകളുണ്ട്. മുട്ടകൾ വിരിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങൾ പുറത്തു വരും? 3 കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പോൾ കാക്കച്ചിക്ക് അറിഞ്ഞൂടാ ഇത് എൻ്റെ കുഞ്ഞാണോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് 3 മുട്ടകളുണ്ട്, അത് വിരിഞ്ഞിട്ടേ ഇല്ല എന്ന് കാക്കച്ചി പറഞ്ഞു. അപ്പോൾ കാക്കച്ചിക്ക് എത്ര മുട്ടകളാണ് ഉള്ളത്? 3. ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി എഴുതണം. ഇവിടെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അതിൻ്റെ പുറത്തൂടെ പെൻസിൽ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതണം കേട്ടോ. നന്ദിനി പശു 1. അടുത്ത് താറാവിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയേ, എത്ര പേരാണ്? എണ്ണിക്കോളൂ കൂട്ടുകാരെ. 1 2 3 4. 4 താറാ കുഞ്ഞുങ്ങൾ എഴുതിക്കോളൂ. എഴുതി. ഇനി പൂച്ചക്കുഞ്ഞുങ്ങളോ? ലാലിപ്പൂച്ചയുടെ കുഞ്ഞുങ്ങളാണ്. 2. എഴുതിക്കോളൂ കൂട്ടുകാരെ. 2. ഒരു റോസും ഒരു മഞ്ഞയും. പിന്നെ പൂപ്പിയുടെ കുഞ്ഞുങ്ങൾ എത്രയാ? അറിയാമല്ലേ, 5 എന്നാലും ഒന്നുകൂടെ എണ്ണിക്കോളൂ. 1 2 3 4 5. 5 കുഞ്ഞുങ്ങളാണ് പൂപ്പിക്കുള്ളത്. നോക്കിയേ കൂട്ടുകാരെ, കാക്കച്ചിയുടെ മുട്ടകളൊക്കെ വിരിഞ്ഞു. അവൾക്കും കുഞ്ഞുങ്ങൾ പിറന്നു. എത്ര കുഞ്ഞുങ്ങളാണ്? എണ്ണി നോക്കിയേ. 1 2 3. 3. കാക്കച്ചിക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായി? 3. അപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെ എണ്ണാനും എഴുതാനും പഠിച്ചു. ഉറക്കെ പറഞ്ഞോളൂ കൂട്ടുകാരെ. 1 2 3 4 5. ഇനി നമ്മൾ എണ്ണിയത് ഇവിടെ എഴുതാൻ കൂട്ടുകാരെ. 1 2 3 4 5. ഇതുവരെ നമ്മൾ വരയിലൂടെയാണ് എഴുതിയതല്ലേ. ഇനി അല്ലാതെ എഴുതിക്കോളൂ. 1 2 3 4 5. അപ്പോൾ ഇമയും അമലും തിത്തിരിയും കൂടെ അവളുടെ അമ്മയെ തിരഞ്ഞിറങ്ങിയല്ലേ, എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേനും ഇമയും അമലും കൂടെ തിത്തിരിക്ക് ഒരു ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരൊരു പാട്ട് പാടുകയാണ്. നോക്കാം. അപ്പം നമുക്കും ആ പാട്ട് പാടാൻ കൂട്ടുകാരെ. പാടി നോക്കാം. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. 1-ാം താളിൽ എന്തുണ്ട്? 1-ാം താളിൽ ഒരു പൂച്ച. 1 1 1. 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി. 2 2 2. 2-ാം താളിൽ എന്തുണ്ട്? 2-ാം താളിൽ 2 കിളി. 2 2 2. 3-ാം താളിൽ എന്തുണ്ട്? 3-ാം താളിൽ 3 തത്ത. 3 3 3. 3-ാം താളിൽ എന്തുണ്ട്? 3-ാം താളിൽ 3 തത്ത. 3 3 3. 4-ാം താളിൽ എന്തുണ്ട്? 4-ാം താളിൽ 4 മുങ്ങ. 4 4 4. 4-ാം താളിൽ എന്തുണ്ട്? 4-ാം താളിൽ 4 മുങ്ങ. 4 4 4. 5-ാം താളിൽ എന്തുണ്ട്? 5-ാം താളിൽ 5 മാങ്ങ.
അഞ്ചേ അഞ്ചേ അഞ്ച്. അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ. അഞ്ചേ അഞ്ചേ അഞ്ച്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒന്നാം താളിൽ ഒരു പൂച്ചയുണ്ട്. രണ്ടാം താളിലോ കിളികളാണുള്ളത്. എത്ര കിളികളുണ്ട്? 2 കിളികളുണ്ട്. മൂന്നാം താളിലോ 3 എണ്ണമുണ്ട്. എന്താ ഉള്ളത്? തത്തകളാണുള്ളത്. 3 തത്തകൾ. നാലാം താളിൽ 4 മൂങ്ങകളുണ്ടല്ലേ കൂട്ടുകാരെ? അഞ്ചാം താളിലോ മാങ്ങകളാണ്. എത്ര മാങ്ങകളാണ്? 5 മാങ്ങകൾ. അപ്പോൾ നമ്മൾ 1 മുതൽ 5 വരെ എണ്ണാൻ പഠിച്ചു അല്ലേ? ഒന്നുകൂടെ പാട്ട് കൂട്ടുകാർ ഉറക്കെ പാടിക്കോളൂ. വിരൽ ചിത്രങ്ങൾ ഉണ്ടാക്കാം. വിരൽ ചായത്തിൽ മുക്കി പതിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് വിരൽ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കണ്ട കൂട്ടുകാരെ, വിരൽ ചുവന്ന ചായത്തിൽ മുക്കി അത് പേപ്പറിൽ വെച്ചതിന് ശേഷം കാലും ചുണ്ടുകളും കണ്ണും വാലുമൊക്കെ വരച്ചു കൊടുത്തപ്പോൾ ഒരു കോഴിക്കുഞ്ഞായില്ലേ? കോഴിക്കുഞ്ഞ് എത്ര എണ്ണമാണുള്ളത്? 1. ഇനി നമുക്ക് വരച്ചു നോക്കാം. താഴെയുള്ള സംഖ്യ എത്രയാണ്? 4. 4 ഞണ്ട് വരച്ചാലോ? ഇതുപോലെ വിരൽ ഉപയോഗിച്ച് വിരൽ ചായത്തിൽ മുക്കി പേപ്പറിൽ പതിപ്പിച്ചിട്ട് ഞണ്ടിൻ്റെ കാലുകളും ചുണ്ടുമൊക്കെ വരച്ചു കൊടുത്തോളൂ. എത്ര എണ്ണമാണ് വരയ്ക്കേണ്ടത്? 4. തെറ്റാതെ വരയ്ക്കണേ. എത്ര ഞണ്ടുകളുണ്ട് കൂട്ടുകാരെ? 1 2 3 4. അടുത്ത റൗണ്ടിൽ ഏത് സംഖ്യയാണ് ഉള്ളത്? 5. 5 പെൻഗ്വിൻ വരയ്ക്കാം. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലേ? അടുത്ത് റൗണ്ടിൽ 2 എന്ന സംഖ്യയാണുള്ളത്. 2 മീനുകളെ വരച്ചാലോ? വരച്ചു. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? അതെ അതെ. ഇനി റൗണ്ടിൽ 3 എന്ന സംഖ്യയാണുള്ളത്. 3 തേനീച്ചയെ വരച്ചാലോ? ഹായ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ വിരലിൽ ചായം പതിപ്പിച്ച് പലതരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വരയ്ക്കാൻ കഴിയും കേട്ടോ. ഇനി പുഴുവിനെ വരയ്ക്കാം. 5 വരെ എണ്ണം ക്രമമായി എഴുതാം. ഒന്നാമത്തെ പുഴുവിൽ 1 എഴുതിയിട്ടുണ്ടല്ലേ? ഇനി രണ്ടാമത്തെ പുഴുവിൽ 2 എഴുതിക്കോളൂ. 2. മൂന്നാമത്തെ പുഴുവിൽ 3. നാലാമത്തെ പുഴുവിലോ 4. അഞ്ചാമത്തെ പുഴുവിലോ 5 എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ തുടർച്ചയായി 5 വരെ ക്രമമായി എഴുതാനായി പഠിച്ചു അല്ലേ? ഒന്ന് ഉറക്കെ പറഞ്ഞു കൂട്ടുകാരെ. 1 2 3 4 5. നോക്കൂ, പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? നോക്കിയ കൂട്ടുകാരെ, കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ടല്ലേ? അതെ. താറാവിൻ്റെ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ചിത്രശലഭങ്ങളുണ്ട്, പൂക്കളുണ്ട്, താറാവിന് കുഞ്ഞുങ്ങളുണ്ട്, കോഴിയമ്മയ്ക്കും കുഞ്ഞുങ്ങളുണ്ട്. എത്ര ചിത്രശലഭങ്ങളാണ് ഉള്ളത്? 3 ചിത്രശലഭങ്ങളുണ്ടല്ലേ? അതിൽ എത്ര എണ്ണമാണ് വലിയ ചിത്രശലഭം? 1 വലുത്. താറാവിന് എത്ര കുഞ്ഞുങ്ങളുണ്ട്? 5 കുഞ്ഞുങ്ങളുണ്ട്. എത്ര എണ്ണമാണ് മുന്നിൽ നടക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സോഫയുടെ മുന്നിലും പിന്നിലും. മുന്നിൽ നടക്കുന്നത് 2 താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. പിന്നെ പിന്നിലോ 3 ഉണ്ടല്ലേ? കോഴിയമ്മയുടെ മുന്നിലാണോ പിന്നിലാണോ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്? മുന്നിലാണ് നിൽക്കുന്നത്. എത്ര കുഞ്ഞുങ്ങളാണ്? 4 കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്. കോഴിയമ്മയുടെ പുറകിലാണോ മുന്നിലാണോ താറാവ് നിൽക്കുന്നത്? പിന്നിലാണ് നിൽക്കുന്നത്. കൂട്ടം കൂട്ടിയാൽ കൂട്ടി നോക്കാം. ചിത്രം നോക്കൂ, പറയൂ, എഴുതൂ. അമ്മ താറാവിൻ്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു, 2 എഴുതിക്കോളൂ. പിന്നിലോ 3 കുഞ്ഞുങ്ങൾ. അപ്പോൾ അമ്മ താറാവിൻ്റെ മുന്നിൽ 2 കുഞ്ഞും പിന്നിൽ 3 കുഞ്ഞും. 2ഉം 3ഉം കൂടെ കൂട്ടിയാലോ? എണ്ണി പറഞ്ഞോളൂ. 5. ഇനി 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. താറാവിൻ്റെ ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. മുന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2.
ഒപ്പമോ 2, പിന്നിലോ 1 കുഞ്ഞ്. അപ്പോൾ കൂട്ടി എഴുതിക്കോളൂ. 2, 2, 1. എത്രയാണ്? ആകെ 5 കുഞ്ഞുങ്ങൾ. അമ്മ താറാവിൻ്റെ ഒപ്പം നടന്ന 2 കുഞ്ഞുങ്ങളും മുന്നിലെത്തി. മുന്നിലിപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4. പിന്നിലോ 1 കുഞ്ഞാണുള്ളതല്ലേ? അപ്പോൾ 2 കൂടെ ചേർന്നാലോ? 4, 1 ചേർന്നാൽ 5. അമലയും ഉമ്മയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. കണ്ട കൂട്ടുകാരെ, അവർ പൂന്തോട്ടത്തിലെത്തി. ഒത്തിരി പൂക്കൾ കാണാമല്ലേ? നല്ല ഭംഗിയുള്ള പൂക്കൾ. ഇവിടെ നോക്കിയേ, ശംഖുപുഷ്പം, താമര, ചെമ്പരത്തി, ജമന്തി, മഞ്ഞപ്പൂവ്, ഇത്രയും പൂക്കൾ ഇവിടെ ഉണ്ടല്ലേ. പൂക്കൾ ഓരോന്നും എത്ര എണ്ണമാണെന്ന് എണ്ണി എഴുതാം. ശംഖുപുഷ്പം എത്രയാണുള്ളത്? എണ്ണിക്കോളൂ. 1, 2, 3, 4. ശംഖുപുഷ്പം 4 എണ്ണമുണ്ട്. അപ്പോൾ താമരയോ? വെള്ളത്തിൽ കിടപ്പുണ്ട്. എണ്ണിക്കോളൂ. 1, 2, 3, 4, 5. താമര 5 എണ്ണമാണുള്ളത്. ചെമ്പരത്തിയോ? 1 ആണുള്ളതല്ലേ കൂട്ടുകാരെ? എഴുതിക്കോളൂ. ജമന്തി പൂവോ? 2 എണ്ണം ഉണ്ട്. എഴുതിയോ? എഴുതി. ഇനി മുക്കുറ്റി പൂവോ? 1, 2, 3. 3 എണ്ണമാണുള്ളത്. എഴുതിയോ കൂട്ടുകാരെ? എഴുതി. നമുക്ക് പാടി രസിക്കാമോ? ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി 1, ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി 2, മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റി 3, അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4, വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി 1, ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി 2, മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റി 3, അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4, വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. കൂട്ടുകാർ പാടി രസിച്ചോളൂ. കളിക്കൂട്ടുകാർ റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. അമലിൻ്റെയും ഇമ്മയുടെയും കൂട്ടുകാരികളായ റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരി കിളിയെ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. തിത്തിരി കിളിയെ കാണാൻ റയാനും ആവണിയും എത്തി. കണ്ടോ കൂട്ടുകാരെ? എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ട് നോക്കട്ടെ. അപ്പോൾ റയാന് കണ്ണ് കാണില്ല. അവനാണെങ്കിൽ തിത്തിരി കിളിയെ ഒന്ന് തൊട്ടു നോക്കി. അവൻ തിത്തിരിയെ തൊട്ടു നോക്കിയപ്പോൾ നല്ല മിനുസമുണ്ട്. റയാൻ പറഞ്ഞു. അമൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. ഒരുപോലുള്ളവ കൂട്ടങ്ങളാക്കി. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാണ്? എണ്ണി എഴുതാം. പമ്പരം എത്ര എണ്ണമാണുള്ളത്? 2 പമ്പരമാണുള്ളത്. കളിവണ്ടിയോ? 2 എണ്ണം. കൂട്ടുകാർ എണ്ണി എഴുതണം കേട്ടോ. ചെണ്ടയോ? 1 ചെണ്ടയാണുള്ളത്. വിസിലോ? 5 വിസിലുണ്ട്. ബാറ്റ്? 2 ബാറ്റാണുള്ളത്. റോബോട്ടോ? 2. പന്ത്? 3 പന്തുകളുണ്ട്. ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടമാണ്? പാവയാണല്ലേ. എത്ര എണ്ണമാണുള്ളത് കൂട്ടുകാരെ? 4 എണ്ണമുണ്ട്. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത്? അതെ, തൊട്ട് നോക്കി എഴുതാം. 1 എങ്ങനെ എഴുതും? നമ്മളെ റയാന് കണ്ണു കാണില്ലല്ലോ. അതിനൊരു പാട്ടുണ്ട്. 1 എങ്ങനെ എഴുതാമെന്ന് കുഞ്ഞുണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? എഴുതാം. 1 എങ്ങനെ എഴുതാം? 1 എങ്ങനെ എഴുതാം? വളവും വേണ്ട, തിരിവ് വേണ്ട, ചരിവ് വേണ്ട, കുനിവും വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. 1 എങ്ങനെ എഴുതാം? 1 എങ്ങനെ എഴുതാം? വളവ് വേണ്ട, തിരിവ് വേണ്ട, ചരിവ് വേണ്ട, കുനിവ് വേണ്ട, കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കൂട്ടുകാർ പാട്ടുപാടി 1 സംഖ്യ എഴുതി നോക്കൂ. 2 എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി. റയാൻ മണൽ കടലാസിലൂടെ വിരലോടിച്ചു. ഇമ്മേ ഇപ്പോൾ മനസ്സിലായി. അപ്പോഴാണ് പുറത്തു നിന്നൊരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്തേക്ക് ഓടിയെത്തി. ഹായ്, തിത്തിരി കിളിയുടെ അമ്മയാണ്. മോളെ, അമ്മേ. അമല് പറഞ്ഞു. ഇതാ തിത്തിരി, ഇതാണ് നിന്റെ അമ്മ. തിത്തിരി കിളി മനസ്സില്ല മനസ്സോടെ അമ്മയോടൊപ്പം പോയി. ഞാൻ നാളെ വരാം കേട്ടോ. ടാറ്റാ. അമൽ ന്യൂമയ്ക്കും ടാറ്റ കൊടുത്ത് തിത്തിരി അമ്മയോടൊപ്പം പറന്നുപോയി. ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ കൂട്ടുകാരെ. അത്രയും എണ്ണ ഇലകൾ നമുക്ക് വരച്ചു കൊടുക്കാം. ആദ്യത്തെ പൂവിലെ
3 സംഖ്യയാണുള്ളത് കണ്ടോ. 3 ഇലകൾ വരച്ചു കൊടുത്തോളൂ. ഹായ്. അടുത്ത പൂവിൽ എത്ര ഇലകളാണ് വരയ്ക്കേണ്ടത്? അതെ, 5 എണ്ണമാണല്ലേ. വരച്ചോളൂ. 5 ഇലകൾ വരച്ചു കൊടുത്തു. അടുത്തതിലോ 4 എണ്ണമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. 4ഉം വരച്ചു കൊടുത്തു. ഇനി ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെ ചേർത്ത് വരയ്ക്കൂ. ഇവിടെ ഒത്തിരി കൊക്കുകളുണ്ടല്ലേ. 3 കൂട്ടങ്ങളായാണ് അവ നിൽക്കുന്നത്. ഓരോ കൂട്ടങ്ങളിലും എത്ര എണ്ണം വീതമാണുള്ളത്? ഒന്നാമത്തേല് 4, രണ്ടാമത്തേല് 5, മൂന്നാമത്തേലും 4. അപ്പോൾ ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തതും മൂന്നാമത്തതും ചേർത്ത് വരച്ചോളൂ. വരച്ചു. നിറം കൊടുക്കാം. എണ്ണം നോക്കി കളത്തിലെ അതേ നിറം കൊടുക്കണേ. ഇവിടെ നോക്കി ഒരു തിത്തിരി പക്ഷി ഇരിപ്പുണ്ടല്ലേ. നിറം കൊടുത്തോളൂ. ഇവിടെ 1 സംഖ്യ എഴുതിയിരിക്കുന്ന കളത്തിലെ നിറം വേണം കൊടുക്കാൻ. 2 തിത്തിരി പക്ഷിക്ക് പച്ച നിറം, 3 തിത്തിരി പക്ഷിക്ക് ചുവന്ന നിറം, 4 തിത്തിരി പക്ഷിക്കോ നീല നിറം, 5 തിത്തിരി പക്ഷിക്കോ ആകാശ നീല നിറം. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ മനോഹരമായി നിറം കൊടുക്കണം കേട്ടോ. ഏത് നിറമുള്ളതാണ് കൂടുതൽ? ആകാശ നീല അല്ലേ. എത്രയാണ്? 5. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാം. 5, 4, 3, 2, 1. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് തിത്തിരിക്കിളിയും ചങ്ങാതിമാരെയും കുറിച്ച് പഠിച്ചു അല്ലേ. 1 മുതൽ 5 വരെ എണ്ണാനും എഴുതാനും പഠിച്ചില്ലേ? പഠിച്ചു. ഒത്തിരി പാട്ടുകൾ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ. പിന്നെയോ അകത്ത്, പുറത്ത്, താഴെ, മുകളിൽ, പിന്നിൽ, മുന്നിൽ ഇങ്ങനെയുള്ള വാക്കുകളും പഠിച്ചു അല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്